നമസ്കാരം, എൻ്റെ പേര് അഫ്സിയ നസ്രീൻ. ഞാൻ വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ശ്രീമതി സാറാ തോമസിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നാർമടിപ്പുടവ എന്ന നോവലാണ്. കേരളത്തിലെ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആസ്പദമാക്കി 35 വർഷം മുൻപ് പ്രസിദ്ധപ്പെടുത്തിയ നാർമടിപ്പുടവ ഇന്നും മനുഷ്യ മനസ്സുകളിൽ വിഷാദരാഗം പടർത്തി മുന്നേറുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തുള്ള അഗ്രഹാരങ്ങൾ നിരീക്ഷിച്ചും അവരോട് ഇടപഴകിയുമാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് എഴുത്തുകാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃതിക്ക് ഈ പേര് നൽകിയതിന് കാരണം പണ്ട് ബ്രാഹ്മണ വിധവകൾ വാഴനാര് മെടഞ്ഞിരുന്ന സാരിയായിരുന്നു ഉടുത്തിരുന്നത്. അതുകൊണ്ടാണത്രേ. കഥയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും വിധവ എന്ന അലങ്കാരം ചാർത്തിയതിനാൽ ജീവിതത്തിലുണ്ടാവുന്ന സന്തോഷങ്ങളെല്ലാം ഒഴിവാക്കേണ്ടി വന്ന ഒരു ബ്രാഹ്മണ യുവതിയും. നാർമടിപ്പുടവയിലെ പ്രധാന കഥാപാത്രം കനകാമ്പാൾ പ്രതിഷേധിക്കുന്ന സ്ത്രീത്വമല്ല. പഠനത്തിന് തടസ്സം വരുമ്പോഴും അപസ്മാരബാധിതനായ വികൃത രൂപനെ കല്യാണം കഴിക്കേണ്ടി വരുമ്പോഴും അവൾ സഹനത്തിന്റെ ജീവിതമാണ് ഏറ്റുവാങ്ങുന്നത്. സഹോദരിയുടെ അകാല മരണത്തെ തുടർന്ന് സഹോദരി പുത്രിയെ ഏറ്റെടുത്ത് വളർത്തുക എന്നത് അവൾ ജീവിത നിയോഗമായി തീരുമാനിച്ചു. കനകാമ്പാൾ ചെയ്തിരുന്നതൊന്നും സ്വന്തം സുഖത്തിന് വേണ്ടിയായിരുന്നില്ല. എല്ലാം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കും അവരുടെ സുഖത്തിനും വേണ്ടിയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. എന്നാൽ വളർന്നപ്പോൾ കനകത്തെ തനിച്ചാക്കി സഹോദരി പുത്രി അവൾക്കിഷ്ടപ്പെട്ടൊരു മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. യാതൊന്നും നേടാനില്ലാത്ത സർവ്വതും നഷ്ടപ്പെട്ട തരിശു നിലങ്ങളിൽ അലയുന്ന ഓരോ ജീവിതത്തിൻ്റെയും സൂക്ഷ്മ ഇഴകളാൽ നെയ്തെടുക്കപ്പെട്ടതാണ് നാർമടിപ്പുടവ. പണ്ടുണ്ടായിരുന്ന എന്നാൽ ഇന്നും ലോകത്തിൻ്റെ പലയിടങ്ങളിലും കാണപ്പെടുന്ന സ്ത്രീക്കെതിരെയുള്ള സാമുദായിക സാമൂഹിക ഉച്ചനീചത്വങ്ങൾ നമ്മളെപ്പോലുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ തലമുറ ഇനിയും ആവർത്തിക്കരുത്. അതിനാലാണ് സ്ത്രീയെക്കുറിച്ചുള്ള പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകൾ തന്നെ വിഭിന്നമാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഈ പുസ്തകം വായിക്കാൻ വേണ്ടി പറയുന്നത്.